തനുജയ്ക്കൊന്നും സംഭവിക്കില്ല. അമ്മ സമാധാനായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ എന്റെ മോക്ക്? നന്ദനെ കല്യാണം കഴിച്ച അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതല്ലേ. മരിച്ചവരെ പറയാൻ പാടില്ല. എന്നാലും ആ മീര കാരണം പാവം എന്റെ മോള് കുടിച്ച കണ്ണീരിന് കണക്കുണ്ടോ? ആദ്യം നന്ദന്റെ പേരില് മീര പ്രയാസപ്പെടുത്തി, പിന്നെ മീര മരിച്ചതിന്റെ പേരില്. പെറ്റ വയറിന് മക്കളുടെ ദുഃഖം താങ്ങാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞ അച്ഛന്റെ അവസ്ഥ എന്താവും? അതൊന്ന് ആലോചിക്കേ. എനിക്ക് വയ്യ. എനിക്ക് എന്റെ മോളെ കാണണം. അമ്മേ, നന്ദ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകരുത്. അറിയാലോ, ആ സി ഒരു പ്രത്യേക ടൈപ്പാ. എന്നുവെച്ച് എന്ത് സഹിക്കണമെന്നാണ് സാർ? പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥയെങ്കിലും. നന്ദനോട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് സിദ്ധാർത്ഥ സാറിനോടുള്ള അടുപ്പം വെച്ചിട്ടാ സാറേ. പക്ഷേ എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഹലോ. ഹലോ മോനെ, എന്തായി? ദേവികയെ കണ്ടോ? ഇല്ലമ്മേ, ദേവിയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല ആ സി ഐ. ഇത് കൃത്യമായ ഗൂഢാലോചന തന്നെയാ. ഈ സി ഐ തേവക്കാടുമായി കൂറുള്ള ആളാ. കള്ളക്കേസെടുത്ത് ദേവി ജയിലിലടയ്ക്കാനുള്ള നീക്കുക. നമ്മുടെ അഡ്വക്കേറ്റിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. അഡ്വക്കേറ്റ് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. പുറകില് ത്യാഗരാജന്റെ കൈകളാ. അവൻ നന്നായി കാശിറക്കിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും നടക്കണമെങ്കിൽ ഇനി അവൻ തന്നെ വിചാരിക്കണം. എന്നെ കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. അതിന്റെ പകോടിയുണ്ട് ത്യാഗരാജന്. എല്ലാം കൂടി ചേർത്തിട്ടാ ഇപ്പൊ ദേവിയെ കുരുക്കിയിരിക്കുന്നത്. ത്യാഗരാജൻ, തനൂജ, സി ഐ 3 പേരും ചേർന്നുള്ള പ്ലാനിങ്ങാ. അപ്പൊ ദേവികയെ പുറത്തിറക്കാൻ ത്യാഗരാജൻ തന്നെ വിചാരിക്കണം. അതെ, ത്യാഗരാജൻ, ചന്ദ്രമതി, തനൂജ, ഈ 3 പേരിൽ ഒരാൾ വിചാരിച്ചാൽ മതിയാവും. നീ വിഷമിക്കണ്ട. എന്തെങ്കിലും സാധിക്കുമെന്ന് നോക്കാം. എന്ത് സാധിക്കുന്നു അമ്മേ? പറയാം. നീ ഫോൺ വെക്കേ. അമ്മ എന്ത് ചെയ്യാൻ പോകുന്നു? പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ.